ഹായ് ജെ ആസ്പിരൻസ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന SRM യൂണിവേഴ്സിറ്റിയിലെ SRM JEE എക്സാമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. SRM JEE മീൻസ് ജോയിൻറ്റ് എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. എല്ലാ വർഷവും നിയർലി 1 lakh സ്റ്റുഡൻസ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം 7,000 സീറ്റ്സ് ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുണ്ട്. റൈറ്റ്. ദെൻ 3 ഫേസ് ആയിട്ടാണ് ഈ എക്സാം നടക്കുക. എക്സാമിൻ്റെ കണ്ടക്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. SRM യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത് മെയിൻലി 3 സ്റ്റേറ്റുകളിലായിട്ടാണ്. ഒന്ന് ആന്ധ്രാപ്രദേശ്, ഒന്ന് തമിഴ്നാട്, ഒന്ന് ഹരിയാന. തമിഴ്നാട് തന്നെ 4 കോളേജുകളാണ് ഉള്ളത്. റൈറ്റ്. ഈ SRM JEE യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് +1 +2 നമ്മുടെ ബോർഡ് എക്സാമിന് 60% മാർക്ക് വാങ്ങുക എന്നതാണ്. 60% മാർക്കുള്ള ഏതൊരു കുട്ടിക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ എക്സാമിന് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ആദ്യം ഈ എക്സാം എഴുതി ഏകദേശം നിങ്ങൾ 500 റാങ്കിന് അണ്ടറിൽ വരികയാണെങ്കിൽ 100% സ്കോളർഷിപ്പും, 501നും 1000നും ഇടയിലാണെങ്കിൽ ഏകദേശം 75% സ്കോളർഷിപ്പും, ദെൻ 1001നും 1500 ഇടയിലാണെങ്കിൽ 50% സ്കോളർഷിപ്പും നിങ്ങൾക്ക് കിട്ടും. സോ ഈ സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു കോളേജിലുണ്ട്, ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുണ്ട്. ദെൻ ഈ 3 ഫേസുകളിലായി നടക്കുന്ന ഈ എക്സാമുകൾ ഏപ്രിൽ, മെയ്, ജൂൺ. ഫസ്റ്റ് ഫേസ് ഏപ്രിലായിരിക്കാം, മെയ്യിൽ, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ജൂണിലായിരിക്കും. ഇത് ലാസ്റ്റ് ഇയറിൽ നടന്ന ഓർഡറാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ മെൻഷൻ ചെയ്ത് തന്നിരിക്കുന്നത്. SRM JEEയുടെ എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 125 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. നമ്മൾ നോർമലി എഴുതുന്ന JEE എക്സാം പോലെയല്ല, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ്. അപ്പം ഇതിൽ ഈ എക്സാമിൽ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇനി ബയോടെക്നോളജി എടുക്കുന്ന മക്കൾക്ക് മാത്സിന് പകരം ബയോളജി ആയിരിക്കും. ദെൻ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ഇംഗ്ലീഷും ഈ എക്സാമിൻ്റെ ഓർഡറിലുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ഫ്രം ആപ്റ്റിറ്റ്യൂഡും അതേപോലെ 5 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷും, 35 ക്വസ്റ്റ്യൻസ് ഫിസിക്സിനും, 35 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിക്കും. ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത് 40 ക്വസ്റ്റ്യൻസ് വരുന്നിരിക്കുന്നത് മാത്സിലാണ്. ദെൻ ബയോടെക്നോളജി എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്സിന് പകരം ബയോളജിയിൽ നിന്നായിരിക്കും 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ രീതി. 125 മാർക്സ്, ഈച്ച് ക്വസ്റ്റ്യൻ ഹാവിങ് 1 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മുടെ എക്സാമിന് ഏകദേശം 2.5 മണിക്കൂറാണ് ഉണ്ടാവുക. 2.5 മണിക്കൂർ, 125 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. സോ നമ്മുടെ ഈ ഒരു കോളേജിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് വരുന്ന കമ്പനികളാണ്, പ്ലേസ്മെൻറ്റിന് വരുന്ന കമ്പനികളാണ്. അഡോബ്, ആമസോൺ, അതേപോലെ വർക്ക് ഇന്ത്യ, ദെൻ എയർടെൽ. ഇതാണ് നമുക്ക് മെയിൻലി അട്രാക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന കമ്പനികൾ. ഈ കമ്പനികളിൽ നിന്ന് ലാസ്റ്റ് ഇയർ പ്ലേസ്മെൻറ്റ് നേടിയ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് നിയർലി 40 to 47 lakh പെർ ആനുമാണ്. സോ അത്രയ്ക്കും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ SRM യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. SRM യൂണിവേഴ്സിറ്റിൻ്റെ എക്സാംസ് എന്തായാലും നോട്ടിഫൈ ചെയ്യുക. എന്തായാലും എക്സാംസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്.